ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചിലർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി ദൈവവചനത്തിൽ നിന്ന് ഈ ഒരു സന്ദേശത്തിലൂടെ നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചും ഫോണിലൂടെയൊക്കെ ചോദിച്ചു. മരിച്ചവരെ സ്വപ്നം കാണുന്നു, മരിച്ചവര് അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് തോന്നുന്നു, കസേരയിൽ ഇരിക്കുന്നതായിട്ട് തോന്നുന്നു. ഇതൊക്കെ സത്യത്തിൽ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ദൈവവചനത്തിൽ നിന്ന് അതിനുള്ള ഒരു ഉത്തരം കൊടുക്കണമല്ലോ. ഞാൻ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഈ ഒരു ചെറിയ സന്ദേശത്തിലൂടെ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തെങ്കിലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുക എന്നുള്ളതല്ല, മറിച്ച് ദൈവവചനം ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ആരും പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. ദൈവത്തിന്റെ വചനത്തിന്റെ അകത്തുനിന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത നമുക്കുണ്ടാകും. മനുഷ്യനെ ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം ആത്മാവുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. അവന്റെ ശരീരം മണ്ണിൽ നിന്ന് എടുത്ത ശരീരമായതുകൊണ്ട് ഈ ഒരു ശരീരത്തെ താഴ്ചയുള്ള ശരീരം, ബലഹീനതകളുള്ള ശരീരം, ദ്രവത്വമുള്ള ശരീരം എന്നൊക്കെയാണ് വേദപുസ്തകം വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ എത്ര ആരോഗ്യത്തോടെ ജീവിക്കാൻ ശ്രമിച്ചാലും ഒരുപക്ഷെ രോഗങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ അകറ്റി നിർത്താമെങ്കിലും നമുക്ക് ഭൂമിയിൽ ദൈവം വെച്ചൊരു കാലമുണ്ട്, ഇല്ലേ? എന്നാൽ ആരോ പറഞ്ഞതുപോലെ ഒരു 35 വയസ്സ് വരെ നമ്മൾ മുന്നോട്ട് ഓടും, 35 കഴിയുമ്പോൾ നമ്മൾ പിറകോട്ട് ഓടും. നമ്മൾ എത്ര നന്നായി ജീവിക്കാൻ ശ്രമിച്ചാലും ഒരു 35-40 കഴിയുമ്പോൾ മുതൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പോകാനുള്ളതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങും. കാരണം ഇത് ബലഹീനമായ ശരീരമാണ്, താഴ്ചയുള്ള ശരീരമാണ്, ദ്രവത്വമുള്ള ശരീരമാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് നമ്മൾ ദൈവം വെച്ച മരണം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് കീഴടങ്ങുന്നു. പക്ഷെ മരണാനന്തരം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും ദൈവം മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്. വചനം അത് പറയുന്നുണ്ട്. ഈ ആത്മാവ് മനുഷ്യനിൽ നിന്ന് വേർപെട്ടു പോകുന്നു. പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മരണാനന്തരം അവന് ശരീരം കിട്ടുമോ? തീർച്ചയായിട്ടും മരണാനന്തരം അവനൊരു ശരീരം ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വചനം പറയുന്നത്. പക്ഷെ ഇന്ന് പലരും ചിന്തിക്കുന്നത് പോലെ മരണാനന്തരം ഒരു ശരീരം കിട്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരെ കാണാൻ വരാനും സ്വപ്നത്തിൽ വരാനും ആപത്തിൽ സഹായിക്കാനും ഒന്നും ഉള്ള അനുമതി ദൈവം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വചനം പറയുന്ന കാര്യം. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി മരിച്ചു കഴിയുന്ന ആ ഒരു സമയം തന്നെ അവൻ എവിടെ ചെല്ലണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഒരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന്റെ അർത്ഥം, ജീവിച്ചിരിക്കുമ്പോൾ നാം എന്തു ചെയ്തു? യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ആ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചോ, അതോ നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചോ? അതിനനുസരിച്ചാണ് മരിച്ചു കഴിയുമ്പോൾ എവിടേക്ക് പോകണം എന്നുള്ളതിൻ്റെ അകത്ത് തീരുമാനം ഉണ്ടാകുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മരണാനന്തരം ശരീരം ലഭിക്കുമോ? തീർച്ചയായും മരണാനന്തരം ഒരു ശരീരമുണ്ട്, ഒരു ആത്മശരീരം അല്ലെങ്കിൽ ഒരു ശരീരം. അപ്പം വേദപുസ്തകത്തിന്റെ അകത്ത് ഇങ്ങനെ മരണപ്പെട്ട ആളുകൾ പ്രത്യക്ഷപ്പെട്ട ചില സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, മറുരൂപമലയിൽ യേശു കർത്താവ് ആയിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അവര് തേജസ്സിൽ പ്രത്യക്ഷമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് മോശയാണെന്നും ഏലിയാവാണെന്നും മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് മരിച്ചവരെല്ലാവരും വരണം എന്നൊന്നുമല്ല. ദൈവം അനുവദിക്കുന്ന പക്ഷം മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. ദൈവം അനുവദിച്ചത് കൊണ്ടാണത്. ദൈവം അനുവദിക്കാതെ ആർക്കും വരാനായിട്ട് പറ്റത്തില്ല. ഈ ധനവാന്റെയും ലാസറിന്റെയും സംഭവം നമുക്കറിയാമല്ലോ. ഞാനതൊരു കഥയാണെന്ന് വിശ്വസിക്കുന്നില്ല, അതൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ധനവാന്റെയും ലാസറിന്റെയും ആ ഒരു കാര്യത്തിന്റെ അകത്ത് കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ അകത്ത്, ധനവാനെ കുറിച്ച് ലാസറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദാഹിക്കുന്നു, സംസാരിക്കാൻ പറ്റുന്നു, പിന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ട്, സഹോദരന്മാർ ഭൂമിയിലുണ്ടെന്നുള്ള കാര്യം അറിയാം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, മരണാനന്തരവും അറിവുണ്ട്, തിരിച്ചറിയാനായിട്ട് പറ്റും, എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പക്ഷെ പോകാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യത്തിന്റെ അകത്ത് ഈ ധനവാൻ പറയുന്നുണ്ട്, എൻ്റെ സഹോദരന്മാർ 5 സഹോദരന്മാർ അവിടെ ഉണ്ട്,
ഞാൻ അബ്രഹാം പിതാവെ ഈ ലാസറിനെ അങ്ങോട്ടൊന്ന് അയക്കണം, എന്നിട്ട് എൻ്റെ സഹോദരന്മാർ ഇവിടെ വരാതിരിക്കാൻ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പം എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ പോകാൻ പറ്റത്തില്ല, അവിടെ മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അല്ല, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ അവിടെ ചെന്ന് പറഞ്ഞാൽ അവർ കേൾക്കൂന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, മോശയും പ്രവാചകന്മാരും പറഞ്ഞാൽ പോലും കേൾക്കാത്തവന്മാര് മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ചെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പം അനുവാദം കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ മോശയും പ്രവാചകന്മാരും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം ഇന്നത്തെ കാലത്ത് ദൈവവചനം നമുക്കുണ്ട്, ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ദൈവഭക്തന്മാരായ മനുഷ്യരുണ്ട്. അവരെയാണ് ദൈവം ഇതേപ്പിച്ചിരിക്കുന്നത്. അതിനപ്പുറത്ത് മരിച്ചവരിൽ ഒരുത്തൻ വന്ന് പറയാനുള്ള ഒരു അനുവാദം ദൈവം കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. പിന്നീട് യേശുവിൻ്റെ ഈ ശുശ്രൂഷ കാലഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം, പുറത്താക്കപ്പെട്ട ഭൂതാത്മാക്കൾ പോലും ഒരു ശരീരം തേടിയാണ് അലഞ്ഞത്. പന്നികളിൽ നിന്ന് ഒരു പന്നികളിലെങ്കിലും ഞങ്ങൾ പൊക്കോട്ടെ എന്നാണ് അവർ ചോദിച്ച ഒരു ചോദ്യം, ഇല്ലേ? അപ്പൊ അവർക്ക് ഒരു ശരീരം, ഭൂതാത്മാക്കൾക്ക് പോലും ഒരു ശരീരം ആവശ്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടിട്ട് പോയാൽ നീരില്ലാത്ത സ്ഥലങ്ങളിൽ ചുറ്റി നടന്നതിന് ശേഷം വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങി വരും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഇരിക്കാൻ ഒരു സ്ഥലം വേണം എന്നാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ മരണാനന്തരം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? മരണാനന്തരം ലഭിക്കുന്ന ശരീരം എങ്ങനെയുള്ള ശരീരമാണ്? ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ വേഗത്തിൽ കൊണ്ടുപോയി ആ ഭാഗങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് ഉണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞങ്ങൾ ഞരങ്ങുന്നു എന്നുള്ളതാണ്. മരണശേഷം എന്താണ് സംഭവിക്കുന്നത്? മരണശേഷം ഒരു വിശ്വാസി ക്രിസ്തുവിനോടുകൂടെ ചേരുകയാണ്. അതുകൊണ്ട് മരണം ഒരിക്കലും ഒരു വിശ്വാസിക്ക് വേദനാജനകം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗീയമായ ഒരു പാർപ്പിടത്തെ ധരിക്കാനായിട്ടാണ് ഓരോ ക്രിസ്തു വിശ്വാസിയും വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു. അങ്ങനെ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, പുനരുത്ഥാന സമയത്ത് ഒരു വിശ്വാസിക്ക് തേജസ്സിന്റെ ശരീരം ഒരു വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഒരു പുനരുദ്ധാന ശരീരം ഒരു വിശ്വാസിക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അവനോടുകൂടെ, ആ കർത്താവിനോടുകൂടെ ആ ഒരു പുനരുദ്ധാന ശരീരത്തിൽ നമ്മളായിരിക്കും, തേജസ്സിൽ വെളിപ്പെടും എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ അല്ലാത്ത ഒരു വ്യക്തി, അവന് ആ ഒരു നിത്യദണ്ഡനത്തിലേക്ക് പോകും, അവൻ ആ യാതനാ സ്ഥലത്തേക്ക് പോകും. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. ഞാൻ ദുഷ്ടന്മാരുടെ മരണശേഷം അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മരിക്കുന്ന ആ നിമിഷം തന്നെ ഒരാൾ പോകാനുള്ള സ്ഥലം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, അവിടേക്ക് പോകും. ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവകൽപ്പനയെ അനുസരിച്ച് ആമേൻ ജീവിക്കുന്ന വ്യക്തികൾ ക്രിസ്തുവിൽ മറയപ്പെടുകയാണ്. അല്ലാത്ത വ്യക്തി ആ ഒരു ദണ്ഡന സ്ഥലത്തേക്ക്, യാതനാ സ്ഥലത്തേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ നിത്യ നരകത്തിലേക്ക് പോകുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ ഈ വെള്ളസിംഹാസന ന്യായവിധിയൊക്കെ പിന്നീട് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആരെങ്കിലും ഒക്കെ നമ്മളെ കാണാൻ വന്നു എന്ന് നമുക്ക് തോന്നിയാൽ ഇത് വെറും തോന്നൽ മാത്രമാണ്.
രണ്ട് കാര്യങ്ങളാണ് അതിന്റെ പിറകിലുള്ളത്. ഒന്ന്, നമ്മുടെ മനസ്സിന്റെ അകത്തെ ചിന്തകൾ. നമ്മുടെ മനസ്സിന്റെ അകത്ത് ഈ ജീവിച്ചിരിക്കുന്ന നമ്മളുമായിട്ട് ഒരുപാട് വൈകാരികമായ ബന്ധമുള്ള ആളുകളാണെങ്കിൽ, അത്ര ക്ലോസ് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ അവരെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ടാകാം. ആ ചിന്തകൾ പിന്നീട് നമുക്ക് സ്വപ്നം പോലെയും കാഴ്ച പോലെയും ഒക്കെ തോന്നും. അതാണ് ഒന്നാമത്തേത്. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൈശാചികം തന്നെയാണ്. പൈശാചിക ആത്മാക്കൾ അതെ അങ്ങനെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ ഒരു മേഖലകൾക്കുള്ള സാധ്യതകളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്തായാലും മരണമെന്ന് പറയുന്നത് ഒരു ദൈവഭക്തന് അത് പ്രത്യാശ തന്നെയാണ്. മരണം ഒരിക്കലും ദുഃഖമല്ല. കാരണം ഈ താഴ്ചയുള്ള ശരീരത്തിനപ്പുറത്ത്, ആമേൻ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കർത്താവിനോട് കൂടെ നമ്മൾ വസിക്കാനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും മരണഭയം എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ദൈവപൈതലിനില്ല. മരണത്തിനപ്പുറത്ത് ശ്രേഷ്ഠകരമായ പ്രത്യാശയാണ് കർത്താവ് നമുക്ക് നൽകി തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു പുനരുദ്ധാന ശരീരം നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവർ ആമേൻ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അന്ന് ദൈവത്തിന് സ്തോത്രം ഒരു പുനരുദ്ധാന ശരീരം നമുക്ക് കിട്ടും. ക്രിസ്തുവിനോടുകൂടെ ആ പുനരുദ്ധാന ശരീരത്തിലായിരിക്കും. ആ പുനരുദ്ധാന ശരീരം എങ്ങനെയാണെന്നുള്ളത് കൊരിന്ത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തേജസ്സിൽ വ്യത്യാസമുണ്ടാകും. തേജസ്സിന്റെ ശരീരമാണ് എനിക്ക് തോന്നുന്നത് ഈ ട്യൂബ് പോലെ എന്താ പറയുന്നത്, അങ്ങനെ ഉണ്ടാക്കിയ ഒരു തേജസ്സിന്റെ ശരീരം തന്നെയാണ് അവിടെ കിട്ടാനായിട്ട് പോകുന്നത്. പിന്നെ തേജസ്സിലും വ്യത്യാസം ഒക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ആമേൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ ചിന്തിക്കാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു.